വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ USSന് വേണ്ടി തയ്യാറെടുക്കുന്ന എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് സയൻസിലുള്ള കുറേ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചോദ്യം നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിയോ, വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആൽക്കലി അല്ലെ. ആൽക്കലിയില് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്താണെന്നാണ് നമ്മളോട് എന്ത് ചെയ്തിട്ടിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലിറ്റ്മസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒരു സബ്സ്റ്റൻസ് ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് എന്ത്, ലിറ്റ്മസ് പേപ്പർ അല്ലെ. അപ്പൊ രണ്ട് തരം നമുക്കറിയാം, ബ്ലൂ ലിറ്റ്മസ് ഉണ്ട്, റെഡ് ലിറ്റ്മസ് ഉണ്ട്. ഇത് രണ്ടും എന്താണ്, രണ്ട് തരം നിറങ്ങൾ അല്ലെങ്കിൽ കളേഴ്സ് ആണ് ഈ പറയുന്ന ആസിഡിലും ആൽക്കലിയിലും ഒക്കെ കാണിക്കാറുള്ളത്. അപ്പൊ ആസിഡിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണ്, ആസിഡിന്റെ അകത്ത് ബ്ലൂ ലിറ്റ്മസിന്റെ കളർ എന്തായിരിക്കും, റെഡ് ആയിരിക്കും അല്ലെ. ആസിഡിന്റെ അകത്തേക്ക് നമ്മൾ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്തായിട്ട് മാറും, റെഡ് കളർ ആയിട്ട് മാറും. ഇനി നിങ്ങൾ റെഡ് തന്നെ ആണെങ്കിലോ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും കളർ എന്തായിരിക്കും, റെഡ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലെ. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അതേപോലെ നമ്മൾ ബേസിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ബേസിൽ നിങ്ങൾ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ആണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ യെസ്, അതിന്റെ കളർ എന്തായിട്ട് മാറും, ബ്ലൂ ആയിട്ട് മാറും. എന്നാൽ നിങ്ങൾ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ തന്നെയാണ് എടുത്തതെങ്കിലോ അതിന്റെ കളർ എന്തായിട്ടിരിക്കും, ബ്ലൂ ആയിട്ട് തന്നെ ഇരിക്കും അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആസിഡിലാണെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്, ആൽക്കലി ആണെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബ്ലൂ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്നതിന്റെ അകത്ത് നിങ്ങൾ നോക്കിയേ, ഓപ്ഷന്റെ അകത്തുള്ളതിൽ നമ്മൾ ബ്ലൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നീല നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ് അല്ലെ. ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്താണ്. അപ്പൊ ഇതിൽ ഏത് ലിറ്റ്മസ് എന്നൊന്നും എടുത്ത് ചോദിച്ചിട്ടില്ല, ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്താന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആസിഡിൽ നമുക്കറിയാം എന്താണ്, ഇവിടെ നമ്മൾ കണ്ടു റെഡ് ആയിരിക്കും എന്ത്, ലിറ്റ്മസ് പേപ്പറിന്റെ കളർ. ബ്ലൂ ആണെങ്കിൽ റെഡ് ആവും, റെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലെ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി റെഡ് ആണ്, അല്ലെങ്കിൽ ചുവപ്പ് നിറമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, യെസ്, ചോദ്യത്തിന്റെ മുമ്പേ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാച്ചുറൽ ഇൻഡിക്കേറ്ററും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരുവാണ്. വെരി ഇമ്പോർട്ടന്റ്, നമ്മുടെ ടേമറിക് അല്ലെ, നമ്മുടെ മഞ്ഞപ്പൊടിയുടെ കാര്യം നമുക്കറിയാം, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിന് ആസിഡിലും ബേസിലും രണ്ട് നിറമാണ് അല്ലെ. ആസിഡിലാണ് ഇതെങ്കിൽ ഇതിന്റെ നിറം എന്തായിരിക്കും, യെസ്, ആസിഡില് യെല്ലോ കളർ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ബേസ് ആണെങ്കിലോ, ബേസ് ആണെങ്കിൽ ഇതിന്റെ കളർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ വാഷ് ചെയ്യാറൊക്കെ, നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾ തന്നെയാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിപ്പോ എന്താണ് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും കറിയുടെ എന്തെങ്കിലുമൊക്കെ അംശമൊക്കെ നമ്മളെ ഡ്രസ്സിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഉണ്ടാവുമല്ലോ. ആ മഞ്ഞളിന്റെ അകത്ത് നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, സോപ്പ് എന്താണ്, സോപ്പ് എന്ന് പറയുന്നത് ആൽക്കലി അല്ലെ, ബേസിക് സ്വഭാവമുള്ള ആളാണ്. സോ അതിന്റെ ആ ഒരു നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിന്റെ കളർ ഈ കാണുന്ന രീതിയിൽ റെഡ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. അവിടെ ആക്ച്വലി എന്താണ്, നമ്മുടെ മഞ്ഞപ്പൊടി ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്, ആ റെഡ് കളർ കാണാൻ പറ്റിയത്. അപ്പൊ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞളിന് ആസിഡില് യെല്ലോ കളർ തന്നെയാണ്, കളറിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. പക്ഷെ ബേസ് ആണ്, ആൽക്കലി സ്വഭാവമുള്ള ആളാണെങ്കിൽ അതിന്റെ കളർ എന്തായിട്ട് മാറും, അതിന്റെ കളർ എന്തായിട്ട് മാറും, റെഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യാ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്, ഇൻ വിനെഗർ ഫിനോഫ്തലിൻ ഷോസ് ഡാഷ് കളർ. ഫിനോഫ്തലിൻ വിനാഗിരിയിൽ ഏത് നിറം കാണിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഇൻഡിക്കേറ്റർ ആണ് അല്ലെ, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ ലിറ്റ്മസ് കണ്ടു, ടെർമറിക് കണ്ടു. ഇപ്പൊ നിങ്ങൾ അടുത്തൊരു സിന്തറ്റിക് ഇൻഡിക്കേറ്ററിൽ വന്നിട്ടുള്ള ആളാണ് എന്താ, ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫിനോഫ്തലിന്റെ കളർ എന്തിലാ ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ വിനെഗറിലാണ് അല്ലെ. വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിനാഗിരി അല്ലെങ്കിൽ വിനെഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, അതിനകത്ത് എന്തുണ്ട്, ആസിഡ് ഉണ്ട്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി സുർക്ക എന്നൊക്കെ പറയും ചില നാട്ടിൽ അല്ലെ. അപ്പൊ ഈ വിനെഗർ അല്ലെങ്കിൽ വിനാഗിരിയിൽ ആക്ച്വലി എന്താണുള്ളത്, ആസിഡ് ആണുള്ളത്. അപ്പൊ ഈ പറയുന്ന വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവിടെ എന്താണ് ആക്ച്വലി, യെസ്, അതൊരു ആസിഡ് ആണ് അല്ലെ. അപ്പൊ ഈ ആസിഡ് എന്നാണ് കാണുന്നതെങ്കിൽ, ആസിഡ് ഫിനോഫ്തലിൻ എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഫിനോഫ്തലിന്റെ നിറം അല്ലെ, ഇൻഡിക്കേറ്റർ ആണ്, കളർ എന്താണെന്നാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇതാ നോക്കിയേ, നിങ്ങൾ
എപ്പോഴും നമ്മുടെ ഫിനോഫ്തലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസിഡിൽ അതിന് എന്തായിരിക്കും കളർലെസ് അല്ലെങ്കിൽ ഒരു നിറവും അത് കാണിക്കില്ല അല്ലെ. ബേസ് ആണെങ്കിലോ ആൽക്കലി സ്വഭാവമുള്ള ആളാണെങ്കിലോ അതൊരു പിങ്ക് കളർ എന്ത് ചെയ്യുകയും ചെയ്യും, കാണിക്കുകയും ചെയ്യും. അപ്പൊ ആസിഡിൽ അത് എന്താണ്, കളർലെസ് ആണ്. അത് ഓർത്തു വെക്കുക, ഒരെണ്ണം ഓർത്താൽ മതി. ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ ആസിഡിൽ എന്താണ്, കളർലെസ് ആണ്. ആൽക്കലിയിലാണത് പിങ്ക് നിറം കാണിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കളർലെസ് ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്താണ്? റീസൺ ഇവിടെ വിനെഗർ ആണ് ചോദിച്ചത്. വിനെഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നത് ആസിഡ് അഥവാ എന്താണ്, യെസ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആസിഡ് ആണ്. സോ അസിഡിക് സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ എന്ത് കാണിക്കുന്നു, കളർലെസ് അല്ലെ, പ്രത്യേകിച്ച് നിറമൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്യണം. അപ്പൊ ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട അടുത്തൊരു ഇൻഡിക്കേറ്ററിനെയും കൂടെ മിസ് ഇവിടെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള മിഥൈൽ ഓറഞ്ച് അല്ലെ. മിഥൈൽ ഓറഞ്ചിന് രണ്ടിലും എന്താണ്, രണ്ട് കളറാണ്. ആസിഡിൽ അത് എന്താണ്, ഒരു റെഡ് കളർ കാണിക്കുന്നുണ്ട്. ആൽക്കലി അല്ലെങ്കിൽ ബേസിൽ അത് എന്ത് കാണിക്കുന്നു, ഒരു യെല്ലോ കളറാണ് കാണിക്കുന്നത്. അപ്പൊ മിഥൈൽ ഓറഞ്ച് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, ചിത്രം വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ഇൻഡിക്കേറ്റർ ആസിഡിൽ എന്താണ്, റെഡ് കളർ ഓർത്തു വയ്ക്കുക. യെസ്, ബേസിലേക്കാണ് അത് ഒഴിക്കുന്നതെങ്കിൽ അതിന്റെ നിറം എന്തായിട്ട് മാറുന്നുണ്ട്, യെല്ലോ ആയിട്ട് മാറുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. കാരണം USSന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വെദർ എ സബ്സ്റ്റൻസ് ഈസ് ആസിഡ് ഓർ ആൽക്കലി? ഒരു പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ പേപ്പർ, ലിറ്റ്മസ് പേപ്പർ, പ്ലെയിൻ പേപ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ഓൾറെഡി കണ്ടു. ഇതിപ്പോ ഇൻഡിക്കേറ്റർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ആണ്. ലിറ്റ്മസ് പേപ്പർ കൂടാതെ നമുക്ക് ടെർമറിക് ഉണ്ട്, നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ആൻഡ് യെസ്, മിഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ ഒക്കെ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയിട്ട് വേണം ഇതിന്റെ ആൻസർ നമ്മൾ പിക്ക് ചെയ്യാൻ അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ? യെസ്, pH വാല്യൂ അല്ലെ. പ്യുവർ വാട്ടർ അതായത് ശുദ്ധജലത്തിന്റെ pH എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശുദ്ധജലം എന്ന് പറയുന്ന സമയത്ത് അത് ആസിഡും അല്ല ആൽക്കലിയും അല്ല അല്ലെ. അപ്പൊ അതിന്റെ pH എത്രയായിരിക്കും? ഇപ്പൊ pH സ്കെയിലിൽ നമുക്കറിയാം, pH സ്കെയില് ന്യൂട്രൽ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ് അല്ലെ. pH വാല്യൂ 7 ആണ്. അപ്പൊ 7 കുറവാണെങ്കിൽ അത് എന്തായിരിക്കും, അസിഡിക് സ്വഭാവമുള്ള ആളുകളായിരിക്കും. 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലൈൻ സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പൊ pH സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 14 വരെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ മിഡിൽ എന്ന് പറയുന്നത് 7 ആണ്. അതാണ് ന്യൂട്രൽ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ശുദ്ധജലം, പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആസിഡും അല്ല ആൽക്കലിയും അല്ല. അപ്പൊ അതുകൊണ്ട് ന്യൂട്രൽ എന്നല്ലേ നമ്മൾ പറയാ. ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ pH എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്യും, 7 നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് മിസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സബ്സ്റ്റൻസ് അതിന്റെ pH വാല്യൂ, pH പേപ്പർ ഒക്കെ യൂസ് ചെയ്ത് ഞാൻ വാല്യൂ നോക്കിയ സമയത്ത് pH വാല്യൂ കാണിക്കുന്നത് 13 ആണ്. അങ്ങനെയാണെങ്കിൽ അത് ആസിഡ് ആണോ, അത് ബേസ് ആണോ, അത് ന്യൂട്രൽ ആണോ, ഏത് സ്വഭാവമായിരിക്കും അതിൻ്റെത് എന്നുള്ളത് മക്കളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം അല്ലെ, USS എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ അടുത്തിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ സമയമൊന്നുമില്ല. മാത്രമല്ല നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആനുവൽ എക്സാമിന്റെ കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് തയ്യാറായിരിക്കുന്നത്. അപ്പൊ അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ, മെഗാ ഓഫർ ഉണ്ട്. എന്താണ്, 30% ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പൊ 30% ഓഫോട് കൂടിയിട്ട് ബാച്ച് പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ പോകുന്നുണ്ട് അല്ലെ, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഉണ്ട്, MEGA30 എന്ന് പറയുന്ന. ഈ MEGA30 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ USSന്റെ കാര്യം. അപ്പൊ USS പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ധ്രുവ ബാച്ചും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, USS തയ്യാറാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിന്റെ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യണം, റിവൈസ് ചെയ്യണം. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ മറക്കണ്ട. pH 13 ആണെങ്കിൽ, pH വാല്യൂ 13 ആണെങ്കിൽ എത്രയായിരിക്കും നമ്മളുടെ, അല്ലെങ്കിൽ pH 13 ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ സ്വഭാവം, ആസിഡ് സ്വഭാവമാണോ, ബേസിക് സ്വഭാവമാണോ, അതല്ല അതൊരു ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.